സെക്രട്ടേറിയറ്റിലേക്ക് ശക്തമായ മാർച്ചിനൊരുങ്ങി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU. ഫെബ്രുവരി 5 നടക്കുന്ന മാർച്ചിൽ മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം, ഡോക്ടർ MK മുനീർ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് K മുരളീധരനും പങ്കെടുക്കും. മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണിത്. ലീഗ് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതാണ് രാഷ്ട്രീയ ചർച്ച. ഈ സമയത്താണ് ലീഗിന്റെ തൊഴിലാളി സംഘടനയായ STU സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് നേതാക്കളോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് ഈ സമര പരിപാടികളോടായി നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? ഈ സമരം നടക്കുന്നത് ഫെബ്രുവരി 5 തീയതിയാണ്. കേരളത്തിലെ STU യൂണിറ്റുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ സമരത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് എത്തിച്ചേരും. ഏറ്റവും പ്രധാനപ്പെട്ട 2 മുദ്രാവാക്യം, ഒന്ന് തൊഴിലാളി വിരുദ്ധമായ നിലപാടുകൾ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി തിരുത്തണമെന്നുള്ളതാണ്. ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളും അവസാനിപ്പിക്കണം. അപ്പോൾ ഈ സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധമായ നയങ്ങൾക്കും ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾക്കുമെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഒരു തൊഴിലാളി സംഘടന എന്ന നിലയ്ക്ക് കേവലം തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല, നാട്ടിലെമ്പാടുമുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന വലിയ അതിക്രമങ്ങൾ, ഗുണ്ടാ മാഫിയ സംഘങ്ങൾ കേരളത്തിൽ നടത്തുന്ന വലിയ അക്രമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. എന്നാൽ അതുപോലെ തന്നെയാണ് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ. ഈ സർക്കാർ, ഇടതുപക്ഷം മുന്നണി സർക്കാർ, തൊഴിലാളികളുടെയും സാധാരണക്കാരൻ്റെയും സർക്കാരാണ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല എന്നുള്ളത് ഈ സർക്കാർ അനുഭവത്തിൽ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 5000-ഓളം പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് STU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള ന്യൂസ് 99നോട് പറഞ്ഞു. തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ കുറ്റിപ്പുറത്ത് വെച്ചാണ് അദ്ദേഹം ന്യൂസ് 99നോട് അഭിപ്രായം പങ്കുവച്ചത്. കൂടാതെ വല്ലഞ്ചിറ അബ്ദുൽ മജീദും ജുനൈദ് പരവയ്ക്കലും അനീഷും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായി തൊഴിൽ മേഖലയും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു തകർച്ചയുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ തൊഴിലാളികളില്ല, കൃഷിക്കാരില്ല, സാധാരണക്കാരില്ല. ഇവർ കേന്ദ്ര ഗവൺമെൻറ് പോലെ തന്നെ ഏതാനും കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിലേക്ക് ഇടതുപക്ഷം മാറിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ഇവർ ഏത് പക്ഷമാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. വലതുപക്ഷത്താണോ ഇടതുപക്ഷത്താണോ? ഒരു തീവ്ര വലതുപക്ഷത്തേക്ക് പോകുന്ന രീതിയിലാണ് ഗവൺമെൻറ് പോകുന്നത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പല്ലവി എന്താണ്, ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തിനും ഏതിനും കേന്ദ്രത്തിനെ കുറ്റം പറയുക, അത് ശരിയാണ്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്തതാണ്. യോജിച്ച ഒരുപാട് മുന്നേറ്റങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാവണം. ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പോലും കേരളത്തോട് കാണിച്ച അവഗണന നമുക്ക് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്രം 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 എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? പിന്നെ കടം വാങ്ങിക്കൂട്ടുകയാണ്, കിട്ടുന്നിടത്തു നിന്നൊക്കെ കടം വാങ്ങിക്കൂട്ടുകയാണ്. ഒരു കാര്യം അവർക്ക് ഉറപ്പായിട്ടുണ്ട്, ഇനി അവർ വരില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്നവരെല്ലാതൊക്കെ സഹിക്കേണ്ടതുള്ളൂ. ആ നിലക്കാണ് കടം വാങ്ങി മാത്രം ചെലവഴിക്കുന്നൊരു ഗവൺമെൻറ്റായി ഗവൺമെൻറ് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ തൊഴിലാളി വിരുദ്ധവും ജനവിരുദ്ധവുമായിട്ടുള്ള നയങ്ങൾക്കെതിരായ സമരമായി ഇതിനെ കാണുന്നത്. കേരളത്തിൽ വലിയ അമർഷം ഈ സർക്കാരിനെതിരായി വളർന്നു വരുന്നുണ്ട്. പിന്നെ വലിയ ജനരോഷമാണ് വളർന്നു വരുന്നത്. ആ ജനരോഷത്തിൻ്റെ കൂടെ ഈ സർക്കാരിനെ മാറ്റാനുള്ള വലിയൊരു പുറപ്പാടുള്ള കേരളം നിൽക്കുന്നത്. ആ ജനരോഷത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കൂടെ കേരളത്തിലെ തൊഴിലാളികളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഫെബ്രുവരി 5 ഞങ്ങളെ സമരം എന്ന് പറയുന്നത്. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.